മിസ്റ്റർ പ്രഭാതിനോട് ആദ്യമായിട്ടൊരു കാര്യം ഞാൻ പറയാം. ഒരു മാസ് പാർട്ടി എന്ന് പറഞ്ഞ അർത്ഥം ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ പാർട്ടി എന്നല്ല. അതിൻ്റെ പ്രാഥമികമായൊരു പാഠമാണത്. ഒരു ബഹുജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയുടെ മുഴുവൻ സംഘടനാശേഷിയും അവഗണിച്ച് അത് മുഴുവൻ തന്നെ തന്നിലേക്ക് മാത്രമായി ചുരുക്കി തൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഒരു പാർട്ടി നിലനിൽക്കുന്നത് എന്ന് വരുത്തി തീർത്തതിൻ്റെ അനിവാര്യമായിരിക്കുന്ന രാഷ്ട്രീയ ദുരന്തമാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ പേരിൽ, സോക്കോൾഡ് ലെഫ്റ്റിൻ്റെ പേരിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പാർട്ടി CPIM എന്ന് പറയുന്ന പാർട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം. ആ രാഷ്ട്രീയ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളുടെയും കേന്ദ്ര ബിന്ദുവായി, ആങ്കറിംഗ് പോയിന്റായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും മാറുന്നു എന്ന ഇത്ര അതിദാരുണമായിരിക്കുന്ന ഒരവസ്ഥ, അതിപരിഹാസ്യമായ ഒരവസ്ഥ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടുക ഇപ്പോൾ സാധ്യമല്ല. ഇപ്പം അങ്ങനെ ചിത്രമില്ല. അത്തരം ഒരവസ്ഥ നിലനിൽക്കവെയാണ് യാതൊരു തരത്തിലുണ്ടായിരിക്കുന്ന മനസാക്ഷിക്കുത്തോ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാക്കുന്ന മനസ്താപവും ഇല്ലാതെ ഇത്തരം സംഭവത്തെ ന്യായീകരിക്കാൻ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുമ്പോഴാണ് നിങ്ങൾ കേവലം ന്യായീകരണ തൊഴിലാളികൾ മാത്രമാണ് എന്ന ആരോപണം നിങ്ങളെപ്പോലുള്ളവർക്കെതിരെ ഉന്നയിക്കേണ്ടി വരുന്നത്. സത്യത്തിൽ അത് ഖേദകരമാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞാൽ, ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സംഭവത്തിനകത്ത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇതിനകത്ത് 1,72,00,000 രൂപ, അതാ ഞാൻ റൗണ്ട് ഫിഗർ എന്ന് പറഞ്ഞത് 1.25, ഞാൻ 2 കോടി ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന 1.25 കോടി ഉറുപ്പിക പിന്നെ വീണാ വിജയന് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം തെളിയിക്കപ്പെട്ടതല്ലേ? ഫ്ലോറിൽ തെളിയിക്കപ്പെട്ടത്, നിയമസഭക്കകത്ത് തെളിയിക്കപ്പെട്ടതല്ലേ? മാത്യു കുളനാടൻ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ആ വിഷയം ഉന്നയിച്ചതിന്റെ ഭാഗമായി ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന് AK ബാലൻ പോലും അവസാനം വിശദീകരിക്കേണ്ടി വന്നില്ലേ? അപ്പൊ ഇങ്ങനെ വിശദീകരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. എന്തിനാണ് ഈ ഇടപാട് നടത്തിയത്? എന്ത് തരത്തിലുണ്ടായിരിക്കുന്ന കണ്ടന്റിനോട് കൊടുത്തിരിക്കുന്ന എന്താ പറയാ പേബിൾ ആയ ഒരു സംഭവമാണ് ഈ പറയുന്ന 1.25 കോടി രൂപ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഈ ഉത്തരവില്ല എന്ന് നിലനിൽക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം കൊണ്ട് നിൽക്കവെയാണ് മുഖ്യമന്ത്രി വായിൽ നാവെടുത്താൽ തുറന്നാൽ കളവ് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ നിയമസഭയ്ക്ക് ആദ്യം പറഞ്ഞത് അത് 2 വ്യക്തികൾ തമ്മിലുള്ള കരാറുകൾ എന്നാണ്. ഈ 2 വ്യക്തികൾ തമ്മിലുള്ള കരാറുകൾ മാത്രമായിട്ട് അത് ചുരുക്കുമ്പോൾ തൻ്റെ മകളാണെന്ന് പറയാൻ മാത്രമുള്ള രാഷ്ട്രീയവും, അതായത് ഒരു വ്യക്തി എന്നതിനായിരിക്കുന്ന ധൈര്യവും പോലും ആ മനുഷ്യൻ കാണിച്ചില്ല എന്ന പരിതാപകരമായ അവസ്ഥ വേറൊരു ഭാഗത്താണ് കിടക്കുകയാണ്. അതിൻ്റെ മേലെയും കൂടിയാണ് ഇപ്പോഴെന്ത് വന്നത്? ബാംഗ്ലൂർ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഇത് കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നു. കമ്പനികാര്യ മന്ത്രാലയം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ സ്വാഭാവികമായും അതിനകത്ത് ഞങ്ങൾ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല, അന്വേഷണം വരട്ടെ എന്ന് പറയാം. അത് വരുന്നതിന് മുൻപ് തന്നെ വെള്ളാട വെച്ചോ പരിപ്പ് വെച്ചോ മാറി വെച്ചോ എന്നല്ല പറയേണ്ടത്. അത് പറയേണ്ടി വരുന്നത് ഞാൻ ഖണ്ഡിതമായി കൂടി ഞാൻ പറയാണ്. MT യുടെ രണ്ടാം ഊഴമെന്ന് അദ്ദേഹത്തിന്റെ വിഖ്യാതമായിരിക്കുന്ന നോവലാണ്. ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഒരു നോവൽ കൂടി പറയാണ്. കാലം, ഞാനത് പഠിപ്പിക്കുകയും ചെയ്തതാണ് ആ നോവല്. കാലത്തിനകത്ത് സേതു എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, സുമിത്ര എന്ന് പറയുന്ന മറ്റു കഥാപാത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ഈ കാലം ആവശ്യപ്പെടുന്ന ഒന്നുണ്ട്. ഇതിന്റെ മേലെ ഗൗരവപരമായി അന്വേഷണം നടക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി വരാവുന്ന ഒരു വലിയ ശിക്ഷയും ഇതിന്റെ കൂടെ കിടപ്പുണ്ട് എന്നത് ഈ പറയുന്ന മിസ്റ്റർ പ്രഭാത് നിങ്ങൾ മറന്നുപോകണ്ട. ഇത് ഞാൻ മുൻകൂട്ടി പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് നടക്കണമെന്നുള്ള താല്പര്യത്തിന്റെ മേലെ മാത്രമല്ല, അങ്ങനെ ചിത്രം രൂപപ്പെടുക എന്ന് മാത്രമാണ് ഈ കേരളത്തിനകത്ത് കടന്നിരിക്കുന്ന സമ്പൂർണമായിരിക്കുന്ന അഴിമതിയുടെയും അരാജകത്വത്തിന്റെയും ആയിരിക്കുന്ന കെടുകാര്യസ്ഥമായിരിക്കുന്ന ചിത്രത്തിന്റെ കൂടെ പബ്ലിക്കിന് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത നിങ്ങൾ എത്ര മൂടി വെച്ചാൽ പോലും, എത്രമാത്രം നിങ്ങൾ മൂടി വെച്ചാൽ പോലും അയാൾ അഴിമതിക്കാരനാണ് എന്ന് പറയുന്നവരാണ് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷവും. അഴിമതിക്കാരനാണ്, കുടുംബ അഴിമതിക്കാരനാണ്. ഇല്ല എങ്കിൽ എവിടുന്നാണ് ഇത്രയും വലിയ സാമ്പത്തിക ശേഖരം അദ്ദേഹത്തിന് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ മാത്രമായി ഇത്രയും ആരോപണങ്ങൾ ഉയരുന്നത് എന്ന് എപ്പോഴെങ്കിലും ഒരു നേരമെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇത് അന്വേഷിക്കാനുള്ള ഒരു ജനാധിപത്യപരമായ മര്യാദ കാണിക്കാതെ ഞാൻ SLC തോറ്റിട്ടുണ്ട് എങ്കിൽ അർത്ഥം എന്താ? തോറ്റു കഴിഞ്ഞാൽ അങ്ങോട്ടേ SLC തോറ്റതെന്നല്ല മറുപടിയല്ല, ഞാൻ എന്തുകൊണ്ട് തോറ്റു വന്നതാണ്. ഇതുപോലെ ഈ മുഖ്യമന്ത്രിക്കും ഈ കുടുംബത്തിനുമെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നത് എന്തുകൊണ്ട്? ഇന്ത്യയിലെയോ കേരളത്തിലെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിനകത്ത് ഇത്രയേറെ അഴിമതി ആരോപണ വിധേയരായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഒരു കുടുംബത്തെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ഇത്രയും നഗ്നമായ യാഥാർത്ഥ്യത്തിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കരിമണൽ ഖനനത്തിന് വരെ സരോജിനി നായിഡു വന്നെഴുതിയിരിക്കുന്ന വിഖ്യാതമായിരിക്കുന്ന കവിതയാണ് കോറമണ്ഡൽ അരയന്മാരുടെ കഥ. ഈ അരയന്മാരുടെ കഥ എഴുതുമ്പോൾ അവിടെ നിന്ന് ഒരു തരി കരിമണൽ പോലും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഈ പറയുന്ന ആലപ്പുഴ കടപ്പുറത്ത് നിന്ന് ഏതാണ്ട് ഷോൺ ജോർജ് നേരത്തെ പറയുമ്പോൾ 40,000 കോടിയോ 50,000 കോടി രൂപയോ മറ്റേ എടുത്ത് പിന്നീട് കരിമണലാണ് കടത്തിക്കൊണ്ടുവരുന്നത്. ഈ കടത്തിക്കൊണ്ട് കൊള്ളയടിച്ചിരിക്കുന്ന പണം, ഈ കൊള്ളയടിക്കുന്ന പണത്തിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്ന തുക എത്ര?
5 നയാ പൈസ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല വാവിട്ട് നിലവിളിക്കുമ്പോൾ ഇവിടുന്ന് കിട്ടാനിരിക്കുന്ന പൈസ KSIDCക്ക് കൊടുക്കാനിരിക്കുന്ന പൈസ എവിടെയുണ്ട്? കൊടുത്തോ? അത് കൊടുക്കാതെയാണ് 1.25 കോടി ഇപ്പുറത്ത് കൊടുത്തു എന്ന് പറയുന്ന ആരോപണം ഇവിടെ വരുന്ന ആരോപണമല്ല. അത് ഏതാണ്ട് അന്വേഷണത്തിന്റെ ഒരു വലിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണത്. ഇത്തരമൊരു യാഥാർത്ഥ്യ മുമ്പിൽ നിൽക്കുമായ യാഥാർത്ഥ്യത്തെ കാണുന്നതിന് പകരം, അത് യാഥാർത്ഥ്യം ഫേസ് ചെയ്യുന്നതിന് പകരം അതില്ലാത്തതാണ് BJPയുടെ ധാരണമാണ്. ഞാൻ തിരിച്ച് അതിനോട് ചോദിക്കട്ടെ, ഇത് ഒരു ഈ പറയുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ഒരു ഉന്മാദത്തിലെ ഒരു ഭ്രാന്തിലോ ഒരു കിനാവ് കണ്ടോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം ഒരു സംഭവം അന്വേഷണം നടക്കും. ഇവിടെ എന്തൊക്കെ നടക്കുമോ? അങ്ങനെ നടക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ? ഒരു മണ്ണാങ്കട്ടി നടക്കൂലല്ലോ, ഉറപ്പല്ലേ? ഇത് നടക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? നടക്കുന്നു എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, മരിക്കാതെ ജനാധിപത്യം ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ്. അതിന് പകരം പറയേണ്ടത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രേതമായോ നടത്തുന്നത് പറയല്ല വേണ്ടത്. അത് ജനാധിപത്യപരമായി നടക്കേണ്ടത് ജനാധിപത്യ പ്രക്രിയയാണത്. ആ പ്രക്രിയയെ ബഹുമാനിക്കണം. ഫാസിസ്റ്റ് ആയവർ, സോഷ്യൽ ഫാസിസ്റ്റ് ആയവർക്ക് അതൊരിക്കലും തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പോലെ ആളുകൾ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത്. അവിടെ ഞാൻ പരിപ്പ് വാങ്ങിയോ പിന്നെ പരിപ്പ് വാങ്ങി വെക്കോ മാറ്റി വെക്കോ എന്നല്ല. ഇത് മാറ്റി വെക്കോ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കേരളത്തിലെ 1 ലക്ഷം ജനങ്ങളുണ്ട്. ആ 1 ലക്ഷം ജനങ്ങളുടെ മുഖത്ത് നോക്കി കാറി തുപ്പുകയാണ് നിങ്ങൾ ചെയ്തത്. കാരണം ഈ കേരളത്തിനകത്ത് ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയമായിരിക്കുന്ന ഒരാളില്ലാത്തതുകൊണ്ടും ഒരു പാർട്ടി സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ടുമാണ്. എന്താ ഇപ്പം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ പാർട്ടി സംഘടനാ സംവിധാനത്തിലെ മെഷർ ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വന്നത്? എവിടെയെങ്കിലും ഉപയോഗിച്ചത്? എന്തിനാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ചത്? ശരിക്കും ഒറ്റ കാര്യത്തിൽ ഇയാളെ കുടുംബത്തെ ന്യായീകരിക്കാനല്ലേ? മറ്റെന്തെങ്കിലും കാര്യത്തിലാണോ? പകരം എന്താണ് എവിടെയായി വരുന്നത്? ഇവിടെ വരുന്ന അഴിമതിയാണ്, നഗ്നമായ അഴിമതി ആരോപണമാണ്. ഈ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഏതാണ്ട് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞല്ലോ. അതല്ലേ ഇന്ത്യൻ ബോർഡിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്? അത് വന്നു എന്ന് പറഞ്ഞാൽ അതിനെ അഡ്മിറ്റ് ചെയ്തുകൂടെ? അത് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അത് അങ്ങനെ പെശകാണെങ്കിൽ ആ പെശക് ഇന്ന് സംഭവിച്ചിരിക്കുന്നു എന്ന് പറയണം, ഏറ്റുപറയണം. ആ ഏറ്റുപറയുന്നതുകൊണ്ടാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്, തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയാനുള്ള വിശുദ്ധി കാണിക്കണം. ലോകത്തെ ആ ഹിമാലയത്തിന്റെ കൊടുമുടിയിൽ കയറി പോലും തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് വിളിച്ചു പറയാൻ ആർജവമുള്ളവരാണ് വാസ്തവത്തിൽ ആരെന്നറിയോ? മാന്യമായ കമ്മ്യൂണിസ്റ്റുകാർ. അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്തവർക്ക് അത് പറയാൻ കഴിയില്ല. കാരണം പറയുന്നതും ചെയ്യുന്നതും മുഴുവൻ ജനവിരുദ്ധമായാൽ ഈ ജനവിരുദ്ധത്തിന്റെ ഭാഗമാണ് കളവ് പറയാന്നുള്ളത്. ആ കളവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന എല്ലാ സംഭവത്തെയും ഫ്ലോറിലും ഈ പാർട്ടിയെയും ഉപയോഗിച്ച് നിങ്ങൾ നിഷേധിക്കുകയാണ് ചെയ്തത്. എത്ര സംഭവങ്ങൾ അത് ആവർത്തിക്കുന്നതല്ലേ ഞാൻ പറയുന്നത്? എത്ര സംഭവങ്ങൾ അതിന് ഓരോ തവണ വരുമ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. MTയുടെ കാലം എന്ന് പറയുന്ന നോവലിലെ കാലം സാക്ഷി എന്ത് സംഭവിക്കുന്നറിയോ നിങ്ങൾ? ഇതിന്റെ മേലെ ഗൗരവപരമായിരിക്കുന്ന അന്വേഷണം നടക്കുകയും ഇനി തുറക്കാത്ത ഏതെങ്കിലും ജയിലുണ്ടെങ്കിൽ ആ ജയിലിന്റെ അകത്തേക്ക് ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ളതാണ് തീരക്കുന്ന ആളുകൾ അതിനകത്തേക്ക് പോവുകയും ചെയ്യുമെന്ന കടുത്ത ആത്മവിശ്വാസമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോ പറയുന്നത്. ശരിക്കും അതെ.